ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചത് തന്നെയാണ്. ഞാൻ നിങ്ങൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. ഇല്ല. ഓക്കെ, രണ്ട് തരം ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഒന്ന് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, രണ്ടാമത്തെ ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ക്ലിയർ? ഓൺ പേജ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റുമ്പോൾ തന്നെ നമ്മൾ പല കീവേഡുകൾ ആഡ് ചെയ്യുന്നു, കണ്ടന്റുകൾ കറക്റ്റ് ചെയ്യുന്നു, പേജിന്റെ സ്പീഡുകൾ കൂട്ടുന്നു. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ അല്ലാണ്ട് മറ്റപ്പാട് ചെയ്യുന്ന പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, യൂട്യൂബിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവിടെ നമുക്ക് നമ്മുടെ സൈറ്റിലല്ലാണ്ട് നമ്മൾ വേറെ സൈറ്റിൽ പല കാര്യങ്ങൾ ചെയ്യും. ശരിക്കും ഗൂഗിള് ഓൺ പേജും ഒപ്റ്റിമൈസേഷനും ഓഫ് പേജും രണ്ടും കൺസിഡർ ചെയ്യും. ഗൂഗിള് ഓൺ പേജും കൺസിഡർ ചെയ്യും, ഓഫ് പേജും കൺസിഡർ ചെയ്യും. ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അതെ, എനിക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് മനസ്സിലായ എന്തെങ്കിലും മനസ്സിലായോ? ഓൺ പേജ് ഉദ്ദേശിച്ച് നമ്മുടെ വെബ്സൈറ്റില് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ കീവേഡ് ഒക്കെ ആഡ് ചെയ്യണു. അതാണ് ഓൺ പേജ്. ഓഫ് പേജ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ചെയ്യില്ലേ നമ്മുടെ സൈറ്റിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന് ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വെബ്സൈറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്കൊക്കെ വരാം. അത് നമ്മുടെ സൈറ്റിൽ ചെയ്തേക്കണേ. അതാണ് ഓഫ് പേജ്. ഗൂഗിൾ രണ്ടും കൺസിഡർ ചെയ്യും. സൈറ്റ് നമ്മുടെ സൈറ്റുമ്പോൾ മാത്രം ചെയ്തേക്കുന്നത്, വേറെ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ അതും കൂടി ഗൂഗിൾ കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക് ഇടുക എന്ന് ഞാൻ പറഞ്ഞത്. ക്ലിയർ? അപ്പൊ നമ്മുടെ സൈറ്റുമ്പോൾ ചെയ്യുന്നതാണ് ഓൺ പേജ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ടൈറ്റിൽ ടാഗ്. ടൈറ്റിലിന്റെ അകത്ത് കീവേഡ് ഇടണം. നിങ്ങൾക്കത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നതാണ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ഓഫ് പേജ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷന്റെ അകത്ത് കീവേഡ് ഇടണം. അത് ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് H1 ടാഗ്. H1 ടാഗ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ആ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ബ്ലോഗിന് ഒരു ഹെഡിങ് കൊടുത്തില്ലേ? ആ ഹെഡിങ് ഒരു ബോൾഡ് ആയിട്ടാണ് കാണിക്കണം അല്ലെ? അത് ഓൾറെഡി H1 ടാഗിലാണ്. അപ്പൊ ആ ഹെഡിങ്ങിന്റെ അകത്ത് നിങ്ങൾ കീവേഡ് കൊടുക്കണം. അപ്പൊ ഒരു ഗൂഗിൾ നോക്കുമ്പോൾ ഹെഡിങ്ങിന്റെ അകത്തും കീവേഡ് ഉണ്ട്, ടൈറ്റിലും കീവേഡ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലും കീവേഡ് ഉണ്ട്. അപ്പൊ ഗൂഗിൾ മനസ്സിലാക്കാണ് ഈ വെബ്സൈറ്റും ഈ കീവേഡും തമ്മിൽ വളരെ റിലേഷൻ ഉണ്ട്. അതും ഓഫ് പേജ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതുപോലെ തന്നെ കണ്ടന്റിന്റെ അകത്ത് കീവേഡ് ഉണ്ടാവണം. നമ്മുടെ കണ്ടന്റ് അകത്ത് നിങ്ങൾ കീവേഡ് ഓൾറെഡി ഇട്ടു, അതാണ് അതും ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതുപോലെ നിങ്ങൾ URL ക്രിയേറ്റ് ചെയ്തു അല്ലെ? മുകളിൽ ഒരു URL ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെയും വെബ്സൈറ്റിന്റെ കീവേഡുകൾ ഉണ്ടാവണം. അതും ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഇത്രയും ക്ലിയർ ആയോ? നിങ്ങൾ ഞാൻ ചെയ്തതിനെ ഒന്ന് ടെക്നിക്കലി പറഞ്ഞു എന്നുള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതെ. ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കും. ക്ലിയർ? നമുക്കറിയാം SEOന്റെ ഭാഗം എവിടെയാണ് വരണേ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇനി നമ്മളൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മളടുത്ത് പറയാണ് SEO ചെയ്യാൻ പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് കീവേഡൊക്കെ ആസ് യൂഷ്വൽ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയും. ഗൂഗിൾ സെർച്ച് കൺസോൾ. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക്
ട്രാക്ക് ചെയ്യാൻ പറ്റും. SEOയിൽ നിന്ന് നമുക്ക് എത്ര വിസിറ്ററെ കിട്ടി. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് വെബ് മാസ്റ്റർ ടൂൾ എന്നാണ്. പ്രീവിയസ്ലി നോൺ ആസ് വെബ് മാസ്റ്റർ ടൂൾ. ആദ്യം ഈ ടൂൾ എന്ന് പറയുന്നത്, ഈ ടൂൾ ഗൂഗിളിന്റെ ആണ്. ഈ ടൂൾ നമ്മളെ ഗൂഗിൾ ഹെൽപ്പ് ചെയ്യാണ്. നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വെബ്സൈറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, വെബ്സൈറ്റിന്റെ ഏതെങ്കിലുമൊക്കെ പേജ് ഇൻഡെക്സ് ചെയ്യാത്തതുണ്ടോ, എത്ര വിസിറ്റ് നമുക്ക് SEOയിൽ നിന്ന് കിട്ടി, ഇങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷനും നമുക്ക് ഇത് തരും. ഈ ടൂളിൽ തന്നെ ഗൂഗിളിന്റെ അൽഗോരിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിന് കീവേഡ് ഇടണം, ടൈറ്റിൽ ഇടണം, കണ്ടന്റിൽ വേണം. ഇതെല്ലാം ഈ ഗൂഗിൾ സെർച്ച് കൺസോളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു SEO പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ വെബ്സൈറ്റും ഈ ടൂളും തമ്മിൽ കണക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ SEO. Not only important task, that is the first task you have to do. ക്ലിയർ ആയോ? എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ വെബ് മാസ്റ്റർ ടൂളും ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് കൺസോളും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണക്ട് ചെയ്തതിന് ശേഷമുള്ള കാര്യം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒന്നും കൂടി കാണുമ്പോൾ മനസ്സിലാവും. ഗൂഗിൾ സെർച്ച് കൺസോൾ കണ്ട, search.google.com എടുക്കാം. കണ്ട, ഇവിടെ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇംപ്രൂവ് യുവർ പെർഫോമൻസ് ഓൺ ഗൂഗിൾ സെർച്ച്. കണ്ട, സെർച്ച് കൺസോൾ ടൂൾസ് ആൻഡ് റിപ്പോർട്ട്സ് ഹെൽപ്പ് യു മെഷർ യുവർ സൈറ്റ് സെർച്ച് ട്രാഫിക് ആൻഡ് പെർഫോമൻസ്, ഫിക്സ് ഇഷ്യൂസ്, മേക്ക് യുവർ സൈറ്റ് ഷൈൻ ഇൻ ഗൂഗിൾ സെർച്ച്. കണ്ട, ആ ടൂളിന്റെ പർപ്പസ് തന്നെയാണ് shine in Google search result. And optimize your content with search analytics. Get your content on Google. Get alerted on issues and fix your site. Understand how search sees your page. Search console training അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ തരും. Optimize your site. ഇതൊക്കെ ഫ്രീ ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്യണം, സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ്. എൻ്റെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന സൈറ്റ് കണക്റ്റഡ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആയോ? കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പെർഫോമൻസ് ക്ലിക്ക് ചെയ്യാം. പെർഫോമൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, എനിക്ക് കണ്ടോ 319 ക്ലിക്ക് കിട്ടി. എത്ര? ലാസ്റ്റ് 3 മന്ത്സിലാണ്. എനിക്ക് വേണമെങ്കിൽ അറിയാം 24 hours എത്ര ക്ലിക്ക് കിട്ടി. 2 ക്ലിക്ക് കിട്ടി. 7 days എത്ര ക്ലിക്ക് കിട്ടി? 28 ക്ലിക്ക് കിട്ടി. 28 days, അതായത് 1 month എത്ര ക്ലിക്ക് കിട്ടി? 76 ക്ലിക്ക് കിട്ടി. ഇത്ര ഇംപ്രഷൻ കിട്ടി, CTR കിട്ടി. ഇതെല്ലാം ഇതിൽ കാണാം. അതിനുശേഷം താഴെ വരുമ്പോൾ കണ്ട ഏതൊക്കെ കീവേഡുകളിൽ നിന്നാണ് എനിക്ക് ക്ലിക്കും ഇംപ്രഷനും കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയ? ഏതൊക്കെ കീവേഡുകളിൽ നിന്നാണ്, അതുപോലെ ഏതൊക്കെ പേജസ് ആണ്, അതുപോലെ ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് വിസിറ്റർ വന്നിരിക്കുന്നത്, അതുപോലെ ഏതൊക്കെ ഡിവൈസസ് നിന്നാണ്. ക്ലിയർ ആയോ? ഇങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷൻ ഈ ടൂൾ നമുക്ക് തരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ടൂളിന്റെ ആക്സസ് ഇപ്പൊ തൽക്കാലം തരാം. നിങ്ങൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, നിങ്ങളുടെ എല്ലാവരുടെയും Gmail എനിക്ക് തരാം. ചാറ്റിലിട്ട് തരാം.
ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഓണർഷിപ്പ് തരാം. എല്ലാവരും കേട്ടോ? ഞങ്ങളുടെ ജിമെയിൽ ഇതിലിടണോ സർ? വേണ്ട. നിങ്ങളുടെ ജിമെയിൽ എനിക്ക് ചാറ്റിൽ തരാം. ഓക്കെ സർ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആക്സസ് ഇപ്പൊ തരും. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ആഡ് യൂസർ ഇടാവുണ്ട. ഓക്കെ, ഇനി ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. ഇനി ആ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. വേറെ ടാബ് ഓപ്പൺ ചെയ്യാം. എന്താണ് ചെയ്യുന്നത്? അതെ, ഓക്കെ. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. ഗൂഗിൾ സെർച്ച് കൺസോൾ. ആദ്യത്തെ സൈറ്റ് കണ്ട് അത് എടുക്കാം. ഗൂഗിൾ സെർച്ച് കൺസോൾ. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് നൗ. നിങ്ങളുടെ ജിമെയിൽ അല്ലേ ഇത്? നിങ്ങളുടെ ജിമെയിൽ, എന്ത് ഇമെയിലാണ് എനിക്ക് തന്നെ അത് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അത് തന്നെയാണോ ലോഗിൻ ചെയ്തേക്കണേ ജിമെയിൽ? അയ്യോ അല്ല സർ. അപ്പൊ അത് മാറ്റോടെ. ആ എസ് ക്ലിക്ക് ടോപ്പ് റൈറ്റില്. എനിക്ക് എന്ത് ജിമെയിലാണോ തന്നേക്കണേ അതിലേക്ക് വരാം. ഇവിടെ ക്ലിക്ക് ചെയ്. പക്ഷെ എന്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതെ. അപ്പൊ ഈ ജിമെയിൽ അപ്പൊ എന്തിനാണ് പിന്നെ എനിക്ക് ആ ജിമെയിൽ തരുന്നത്? അപ്പൊ പാസ്വേഡ് ഓർമ്മയുള്ള ജിമെയിൽ അയക്കൂ പ്ലീസ്. ഓക്കെ, ഞാനത് ആഡ് ചെയ്ത് തരാം. ഒറ്റ സെക്കൻഡ്. സെറ്റിംഗ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒന്ന് റിഫ്രഷ് അടിച്ച്. ഒന്ന് ബാക്ക് എടുത്തേ. ഈ ജിമെയിലിൽ എനിക്ക് തന്നേ. അതെ. കുഴപ്പമില്ല, ഒന്ന് ബാക്ക് എടുത്തേ.
സ്റ്റാർട്ടിനെ പഠിച്ച് ഓക്കെ കണ്ട വന്നു. ക്ലിയർ ആയോ? ആ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ പെർഫോമൻസ് എന്നുണ്ട്, പെർഫോമൻസ് അത് ക്ലിക്ക് ചെയ്യാം. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ഒരു പുതിയ ടൂളാണത്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ടത്, നിങ്ങൾ കുറച്ച് ടൈം ഇതുമ്പോൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾ ഇതുമ്പോൾ പ്രാക്ടീസ് ആവേണ്ടത്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ലൈവ് ടൂളാ, അല്ലാണ്ട് ഫേക്ക് അല്ല. നിങ്ങളാണ് ഇതുമ്പോൾ പ്രാക്ടീസ്. നിങ്ങൾക്ക് ടൂൾ ലൈവ് തരാണ്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നത്. അപ്പൊ ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ ഗോട്ട് ഇറ്റ് ഉള്ളപ്പോൾ ക്ലിക്ക് ചെയ്യും. ആ പോപ്പപ്പ് ക്ലിക്ക് ചെയ്യും, ഗോട്ട് ഇറ്റ്. പെർഫോമൻസ് സെർച്ച് റിസൾട്ട് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് കണ്ടില്ലേ, അത് ക്ലോസ് ചെയ്ത് കളയാം. ആ ഗോട്ട് ഇറ്റ് അടിച്ചാൽ മതി, അപ്പൊ പൊക്കോളും. അതിന്റെ താഴെ കണ്ടില്ലേ? അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയറിംഗ് ഒരു പ്രശ്നമാണോ? അത് ഭയങ്കര പ്രശ്നമാണ് സർ. അത് എനിക്ക് എനിക്ക് തോന്നുന്നു വേറെ സൈറ്റ് ഓഫീസിന്റെ തീർച്ചയായും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. നിങ്ങൾ അതൊക്കെ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യിക്കാനേ പറ്റില്ല. എന്റെ കർസറേ അല്ല മേളില്. അത് അതുകൂടി ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യും. കാണാമോ സർ? നിങ്ങളെ ഗോട്ടിട്ട് കളഞ്ഞില്ലല്ലോ. ഗോട്ടിട്ട് കളഞ്ഞോ? ഒരു മിനിറ്റ്. ആ സ്ക്രീൻ ഷെയർ വേണ്ട, സമയമില്ല പെട്ടെന്നോട്ട്. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോണ്. അല്ലല്ല, ഞാനിത് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങളത് സ്പീഡിൽ ചെയ്യണം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയാലും അതൊക്കെ കിട്ടും നിങ്ങൾക്ക്. സെയിം ആസിറ്റീസ് ആണ്. അപ്പൊ നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. അവിടെ വീണ്ടും കണ്ട സി പെർഫോമൻസ് ഡേറ്റ ഫ്രം ദ ലാസ്റ്റ് 24 hours, അത് ക്ലോസ് ചെയ്തില്ലേ? മോളിപ്പോട്ടെ, റൈറ്റ് മോളിപ്പോട്ടെ. ഇനി മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 140 ക്ലിക്ക് കിട്ടി, 140 ഇത്ര ഇംപ്രഷൻ കിട്ടിയെന്ന് കാണാൻ. കണ്ട മുകളിൽ കണ്ട 3 months 28 days 7 days 7 ഡേയ്സിൽ ക്ലിക്ക് ചെയ്താൽ അത്ര ദിവസത്തിൽ ലാസ്റ്റ് 7 ഡേയ്സിൽ നമുക്ക് എത്ര ക്ലിക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റും. 3 monthsന്റെ ഡേറ്റ അല്ലേ? 7 ഡേയ്സ് ക്ലിക്ക് ചെയ്യൂ. അപ്പൊ 7 ഡേയ്സിന്റെ കിട്ടും നിങ്ങൾക്ക്. കണ്ടോ? ഇനി 28 ഡേയ്സ് ക്ലിക്ക് ചെയ്താൽ 28 ഡേയ്സിന്റെ കിട്ടും. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് പയ്യെ റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയ പയ്യെ റൈറ്റ് സൈഡ് താഴേക്ക് പയ്യെ താത്തിയാൽ മതി. പയ്യെ ഒന്നും താത്ത്. ഇവിടെ ഇവിടെ നമുക്കിപ്പോ വരുന്നത് ക്ലിക്കും ഇംപ്രഷനും ആണ് അല്ലെ. നമുക്ക് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് 15 ക്ലിക്ക് കിട്ടി, 230. എന്താണ് ക്ലിക്ക് ഇംപ്രഷൻ എന്ന് അറിയാലോ? ഷഹ്മ, എന്താണ് ക്ലിക്ക് ഇംപ്രഷൻ എന്ന് അറിയാലോ? അറിയാം സർ. അപ്പൊ 237 ഇംപ്രഷൻ കിട്ടി, അതിൽ 15 ക്ലിക്ക് കിട്ടി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ കൊച്ചിക്ക് 812 ക്ലിക്ക് സെർച്ച് കിട്ടി, 7 ക്ലിക്ക് കിട്ടി. അല്ല, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിക്ക് 2 ക്ലിക്ക് കിട്ടി, 402 ഇംപ്രഷൻ കിട്ടി. അപ്പൊ ഏതൊക്കെ കീവേഡുകളിൽ നിന്നും നമുക്ക് SEOയിൽ നിന്നും ക്ലിക്കുകൾ കിട്ടണമെന്ന് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കോൺസെപ്റ്റ് കിട്ടിയോ? ഇനി പയ്യെ മുകളിലേക്ക് പോട്ടെ. പോട്ടെ. ഇനി നിങ്ങൾക്ക് അവിടെ CTR ഇൻഫോർമേഷൻ കിട്ടി. അവിടെ CTR സെലക്ട് ചെയ്യുക. CTR സെലക്ട് ചെയ്ത് CTR ചെക്ക് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തോളൂ. ഇവിടെയാണോ സർ? ക്ലിക്ക് ചെയ്താൽ പറഞ്ഞാൽ പിന്നെ അവിടെ ബോക്സ് എവിടെയും ക്ലിക്ക്, റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. പയ്യെ താത്ത. കണ്ട? അപ്പൊ അവിടെ നിങ്ങൾക്ക് മതി. അവിടെ CTR കൂടി വന്നു. ക്ലിയർ ആയോ? ഇത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ആക്സസ് തന്നേക്കാണ്. എന്റെ സൈറ്റിന്റെ ആക്സസ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാണ്. അത് റിസ്ക് പരിപാടിയാണ്, അല്ല നിങ്ങൾക്ക് തന്നേക്കാണ്. നിങ്ങൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്തൊക്കെ, അപ്പൊ നിങ്ങൾ ഇത് ശരിക്കും നിങ്ങളുടേതായ രീതിയിൽ ഇത് എക്സ്പ്ലോർ ചെയ്യണം. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആക്സസ് മാറ്റിക്കളയും. ഇത് റിയൽ ലൈവ് ആക്സസ് ആണ്. ഇനി നിങ്ങൾക്കൊരു എങ്ങനെയാണ് നിങ്ങൾക്കൊരു പുതിയ ക്ലയന്റിനെ കിട്ടി, അവരെങ്ങനെ ആഡ് ചെയ്യാം? ഇപ്പൊ ഞാൻ പറയണ മനസ്സിലായോ? ഇല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങളുടെ പുതിയൊരു വെബ്സൈറ്റിനെ എങ്ങനെ സെർച്ച് കൺസോളിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണേ. മനസ്സിലായോ? അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ക്രീനിന്റെ ലെഫ്റ്റില് ടോപ്പിലേക്ക് പോവാ. അവിടെ കണ്ട ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഉണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യാ. ആഡ് പ്രോപ്പർട്ടി ഉണ്ട്, കണ്ടോ? അടുത്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
ക്ലിക്ക് ചെയ്തോളൂ ആഡ് പ്രോപ്പർട്ടി. നിങ്ങൾക്ക് കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് all URL across subdomains across HTTP request ചെയ്യുന്ന only URL under ended address only URL under specific protocol. കാരണം അങ്ങനത്തെ എന്ത് സാധനവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ബ്ലോഗ് വേണമെങ്കിൽ ഇട്ടോ, ബ്ലോഗിന്റെ URL ഇട, മുകളിലേക്ക് പോട്ടെ, തൊട്ട് മുന്നത്തെ ടാബ് എടുക്കുക, മുകളിൽ ചെന്നിട്ട് തൊട്ട് മുന്നത്തെ ടാബ്, അതാണ് തൊട്ട് മുന്നത്തെ ടാബ്, അതെടുക്കുക, അതിന്റെ ഹോം പേജ് എടുക്കുക, അങ്ങനെയല്ല, അതിന്റെ ഹോം പേജിലേക്ക് പോട്ടെ. പഠിക്കണം നിങ്ങളല്ല, URL കോപ്പി ചെയ്യാം, മോളിൽ നിന്ന് URL കോപ്പി ചെയ്യാം. ഇനി ഞാൻ സ്പീഡ് കൂട്ടി പോകും. URL കോപ്പി ചെയ്യുക. ഇനി വീണ്ടും അടുത്ത ടാബുമ്പോൾ ക്ലിക്ക് ചെയ്യുക, അടുത്ത ടാബിലൂടെ അത് പേസ്റ്റ് ചെയ്യുക. കണ്ട, നിങ്ങളുടെ പുതിയൊരു വെബ്സൈറ്റ് അവിടെ പേസ്റ്റ് ചെയ്തോളൂ. കണ്ട, നിങ്ങളുടെ ഈ വെബ്സൈറ്റ് നമുക്ക് സെർച്ച് കൺസോളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഇൻഫോർമേഷൻസ് കിട്ടും. ഈ റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയേ, റിമൂവ് പ്രോട്ടോകോൾസ്, അതായത് HTTPS എന്നൊക്കെ ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യാൻ. വരട്ടെ കാണിക്കണില്ലല്ലോ. ഒന്നുകൂടെ ലാസ്റ്റ് പോയി ക്ലിക്ക് ചെയ്തേ, അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അത് തന്നെ, അത് വേണേ എടുത്ത് കളഞ്ഞുതരാം. // കണ്ടിന്യൂ. ഓണർഷിപ്പ് ഓട്ടോ വെരിഫൈഡ്. കണ്ടോ, നിങ്ങളുടെ സാധനം അത് ഡൺ അടിച്ചോ. ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്ക് ആ സൈറ്റിന്റെ പെർഫോമൻസ് അറിയാൻ പറ്റും. അതറിയണമെങ്കിൽ എന്താണ്, വീണ്ടും ലെഫ്റ്റിൽ മോളിൽ പോട്ടെ, ക്ലിക്ക് ചെയ്യ്, നിങ്ങൾ അതൊക്കെ ക്ലിക്ക് ചെയ്തോളൂ, അത് സെലക്ട് ചെയ്യാ. കണ്ടോ, ഒന്നും ആയിട്ടില്ല, കാരണം നിങ്ങളുടെ പുതിയ സൈറ്റ് ആണ്. ഇനി നിങ്ങളുടെ സൈറ്റിലേക്ക് വിസിറ്റർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. വീണ്ടും നമ്മുടെ സൈറ്റ് എടുത്ത് വീണ്ടും ഇന്റർനെറ്റ് ട്രെയിനിങ് എടുക്കുക, ലെഫ്റ്റിൽ മോളിൽ പോട്ടെ, ഇന്റർനെറ്റ് ട്രെയിനിങ് എടുക്കുക. കണ്ട, അപ്പൊ ഇന്റർനെറ്റ് ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ വന്നു. ഇനി നിങ്ങൾ പയ്യെ താഴേക്ക് താത്തി, മോളിൽ പോട്ടെ, മുകളിലേക്ക് പോട്ടെ, പയ്യെ സ്റ്റക്കായോ, പയ്യെ മതി. അവിടെ കണ്ട ക്വറീസ്, പേജസ്, കൺട്രീസ്, ഡിവൈസസ്. നമ്മുടെ സൈറ്റിന് പല പേജസുകളുണ്ട്. ആ പേജസ് ക്ലിക്ക് ചെയ്തേ, നമുക്കറിയാൻ പറ്റും. കണ്ട, ഏതൊക്കെ പേജിലേക്കാണ് വിസിറ്റർ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഹോം പേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കൺട്രീസ് ക്ലിക്ക് ചെയ്തേ, ഏതൊക്കെ കൺട്രീസ് നിന്നാണ് നമുക്ക് വിസിറ്റർ വന്നിരിക്കുന്നത്. കണ്ട, എന്തൊരു ഇൻഫോർമേഷൻ ആണെന്ന് അറിയാമോ. ഇനി ഡിവൈസസ് ക്ലിക്ക് ചെയ്തേ, ഏതൊക്കെ ഡിവൈസസിനാണ് വിസിറ്റർ വന്നിരിക്കുന്നത്. കണ്ട, മൊബൈലിൽ നിന്ന് വന്നു, ഡെസ്ക്ടോപ്പിൽ നിന്ന് വന്നു. മൊബൈലിനെ ഡെസ്ക്ടോപ്പിനേക്കാളും കൂടുതൽ വരുന്ന മൊബൈൽ ഡിവൈസസ് ആണ്. അതുകൊണ്ടാണ് മൊബൈൽ എല്ലാവർക്കും ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഫാത്തിമ മനസ്സിലാവണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഷഹ്മ ക്ലിയർ ആണോ? ക്ലിയർ സർ. പിന്നെ ഒരു ഡൗട്ട് സർ, നമ്മളിപ്പോ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ അടിക്കുമ്പോ പിന്നെ ഒരു നമ്മളെ നമ്പർക്ക് കോൾ ചെയ്യല്ലോ തിരിച്ച്, അതെങ്ങനെ നമ്പർ അവിടെ അവർക്ക് കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ്? നമ്മളൊരു സൈറ്റിൽ കയറിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ നെയിം അടിച്ച് പിന്നെ അവർ നമ്മൾ തിരിച്ചു കോൾ ചെയ്യാറുണ്ടല്ലോ. ഒരിക്കലും ഇല്ല. നിങ്ങളെ നമ്പർ കൊടുക്കാണ്ട് അവർക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാണ്ട് അവർക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം അല്ലാണ്ട് ഡാറ്റ അവർക്ക് കിട്ടില്ല. ശരി, നിങ്ങൾക്ക് എൻ്റെ ചോദ്യം എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ, അത് ക്ലിയർ ആയോ? അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ യൂസ് ക്ലിയർ ആയോ? അല്ലെ, അത് എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യണമെന്ന് ക്ലിയർ ആയോ? ഗുഡ്. എങ്ങനെയാണ് അത് കണക്ട് ചെയ്യണമെന്ന് ക്ലിയർ ആയോ? ഗുഡ്. അപ്പൊ നിങ്ങളൊരു കമ്പനിയിലെ SEOക്ക് വർക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സെർച്ച് കൺസോളിന് ആക്സസ് തരാൻ പറയണം. അപ്പൊ തന്നെ അവർക്ക് അറിയാൻ പറ്റും, ഓക്കെ, യു നോ സംതിങ്. ക്ലിയർ ആയോ? അവിടെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഇത് തന്നെയാണ് വേറെ സൈറ്റ് ചിലപ്പോൾ വേറെ ടൂൾ, വേറെ ഇത് ഡീറ്റെയിൽസ് ആയിരിക്കും. ഇത് തന്നെയാണ് ആക്സസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ക്ലയന്റ് അടുത്ത് പോയി എന്തുകൊണ്ടാണ് സെർച്ച് കൺസോൾ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്ക് അത് അറിയണ്ട. നേരെ ചെല്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ച് നേരം നിങ്ങൾ ബുദ്ധിമുട്ടി,
കാരണം നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്നതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ചെന്ന് പ്രൊജക്ട് ചെയ്യാം. ശരിയാണോ? അതെ. ശരി. ഇനി ഞാൻ ഇതിന്റെ ബിസിനസ് ആസ്പെക്ട് ആണ് അടുത്ത് പറയാൻ പോണത്. ഒന്നും കൂടി ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ സ്പീഡുകൾ കൂട്ടും പയ്യെ. നിങ്ങളുടെ സ്പീഡുകളും ആക്യുറസി ഞാൻ കൂട്ടി കൂട്ടി കൊണ്ടുവരും. ഇനി ഞാൻ വീണ്ടും കൊറീസ്മ ക്ലിക്ക് ചെയ്തേ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് റൈറ്റ് സൈഡ് മുകളിലേക്ക് പോട്ടെ. നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സിൽ എത്ര ക്ലിക്ക് കിട്ടി? 53 ക്ലിക്ക് കിട്ടി. അതാണല്ലോ നമ്മൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. പയ്യെ റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയ, പയ്യെ താത്തിക്കോളൂ. മതി. ദേ പോകും. പയ്യ മുകളിൽ പോട്ടെ. ദേ പോകും. മുകളിലേക്ക് പോട്ടെ. സ്ലോ ആണ്. പയ്യെ പോട്ടെ. മതി. ഒന്നുകൂടി പോട്ടെ. മതി. ശ്രുതി പയ്യെ താത്തു. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പിടിക്കില്ലേ? താഴേക്ക് റൈറ്റ് സൈഡ് താഴേക്ക് താത്തി. നിങ്ങൾക്ക് എന്റെ ബാലൻസിൽ മതി. ആ, നിങ്ങൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ നിങ്ങളെ കൊണ്ട് ഒരാളെ കൊണ്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തന്നെ ഷെയർ ചെയ്ത് കാണിച്ചാണ് പോവും. ഷെയർ ചെയ്യണ ഒന്നും കൂടെ ചെയ്യുമ്പോൾ തന്നെ പഠിക്കും. അപ്പൊ എന്റെ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന് 15 ക്ലിക്ക് കിട്ടിക്കണേ. ആ ടേമിന് എന്ത് പറയുന്നു അറിയാമോ? ആ ടേമിന് എന്ത് പറയും? ആ ടേമിന്റെ പ്രത്യേകത എന്തുട്ടാ? എന്റെ ചോദ്യം, അവര് ഫസ്റ്റ് ടേം ഏതാ കാണിക്കണേ? ടോപ്പ് കൊറീസില് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിൻ. അത് ഒന്നും കൂടി റൈറ്റ് സൈഡ് താഴേക്ക് താത്തി. പയ്യെ താത്തിട്ട ശ്രുതി, മറ്റേ മിസൈൽ പോണ പോലെ പയ്യെ താത്തിക്കോളൂ. പയ്യെ കാണണില്ലേ ശ്രുതി? മതി. ഇരിക്കട്ടെ. അതായത് ഇതിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് വന്നിരിക്കുന്നത് ഏത് കീവേഡിൽ നിന്നാണെന്നാണ് എന്റെ ചോദ്യം. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്നാണ് ഏറ്റവും. ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് കൊച്ചിന്നുണ്ട്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചിന്നൊക്കെ ഉണ്ട് അല്ലെ. എന്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ ക്ലിക്ക് വന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ആ ടേമിന് വല്ല പ്രത്യേകതയുണ്ടോ കമ്പയർ ടു അതർ ടേംസ്? അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിമാണ്. ബാക്കിയുള്ളതൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം അല്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിമിനെ പറയുന്ന മറ്റൊരു പേരാണ് ബ്രാൻഡ് നെയിം. ദാറ്റ് ഈസ് മൈ ബ്രാൻഡ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് മൈ ബ്രാൻഡ്. ഇപ്പൊ ശ്രുതി എവിടെ വർക്ക് ചെയ്യണേ? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് അല്ലെ. സൂര്യ TV ഒരു ബ്രാൻഡാണ്. ഒരാൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്യാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അവൻ എന്ത് കാണാനാണ് ഉദ്ദേശിക്കുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് സെർച്ച് ചെയ്യണേ. ശരിയാണോ? ഒരു ബ്രാൻഡും അറിയാത്തവൻ എന്ത് സെർച്ച് ചെയ്യും? മലയാളം ന്യൂസ്. വ്യത്യാസം മനസ്സിലായോ? മലയാളം ന്യൂസ് സെർച്ച് ചെയ്യണവൻ ഏത് ന്യൂസ് സൈറ്റും വേണമെങ്കിൽ കാണും. ഏഷ്യാനെറ്റ് ന്യൂസ് അടിക്കുന്നവൻ ഏഷ്യാനെറ്റ് ന്യൂസ് കാണാൻ താല്പര്യം. അവൻ ഏഷ്യാനെറ്റ് മാത്രം കേട്ട് വരും. അതാണ് ബ്രാൻഡ്. ഇവിടെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് സെർച്ച് ചെയ്യണവൻ ബ്രാൻഡാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ഓൾവേസ് ഫസ്റ്റ് വരുള്ളൂ. അടുത്ത ടാബ് ഓപ്പൺ ചെയ്ത്
പറ്റണില്ല സർ. ഓപ്പൺ ചെയ്ത് വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യാം. ആ ചെയ്തു ചെയ്തു. സ്ക്രീൻ ഷെയർ ചെയ്യേ. ആ. നിങ്ങൾ ചെയ്തേ പഠിക്കൂ. അതിൽ വേറെ ഷോർട്ട് കട്ടൊന്നും ഇല്ല. ഇവിടെ നിങ്ങൾ ഇന്റർനെറ്റ് ട്രെയിനിങ് സെർച്ച് ചെയ്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കീവേഡ് ആഡ് ചെയ്ത് സൈറ്റ് മീറ്റപ്പ് ആണിത്. എങ്ങനെയാണ് എക്സ്പെർട്ട് ആവണേ? അല്ലാണ്ട് വെറുതെ എക്സ്പെർട്ട് ആവില്ല. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ നമ്മുടെ സൈറ്റ് ആയിരിക്കും ഫസ്റ്റ് വരെ. കണ്ടോ, നമ്മുടെ സൈറ്റ് ഫസ്റ്റ്. അതെ അതെ അതെ. ഇത് SEO ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മുടെ സൈറ്റ് ആണ് ഫസ്റ്റ് വരാ. ക്ലിയർ? ഇതിനെ പറയാണ് ബ്രാൻഡ് ടേം. ഇതിനെ പറയുന്നതാണ് ബ്രാൻഡ് ടേം. ഇനി നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് സെർച്ച് ചെയ്തേ. ഏഷ്യാനെറ്റ് ന്യൂസ്. നിങ്ങൾ എല്ലാവരും നല്ല നെറ്റ് എടുക്കണം കേട്ടോ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് നല്ല നെറ്റ്. ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ട, ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ആദ്യം വന്നത് അല്ലേ? ഇനി നിങ്ങൾ മലയാളം ന്യൂസ് സെർച്ച് ചെയ്ത്. മലയാളം ന്യൂസ്. കണ്ട, ആദ്യം ഏഷ്യാനെറ്റാണ് വന്നേ. അല്ല, മലയാളം മാതൃഭൂമി മനോരമ വന്നേ. ക്ലിയർ ആയോ? ഇനി ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് തരം കീവേഡ് ഉണ്ട്. ഒന്ന് ബ്രാൻഡ് ടേം, രണ്ടാമത്തേതോ നോൺ ബ്രാൻഡ് ടേം. ഒന്നാമത്തത് ബ്രാൻഡ് ടേം, രണ്ടാമത്തത് നോൺ ബ്രാൻഡ് ടേം. ക്ലിയർ ആയോ? അപ്പോ ഈ ബ്രാൻഡ് ടേം ഒന്നും കൂടി ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. ഈ ബ്രാൻഡ് ടേമിൽ നിന്നുള്ള വിസിറ്റർ, ഇപ്പൊ ഞാനാണ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എന്റെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങളാണ് ഇത് SEO ചെയ്യണത്. നിങ്ങൾ SEO ചെയ്തത് കൊണ്ട് എനിക്ക് വല്ല റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഈ ടൂളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുണ്ടോ? എനിക്കറിയാം ലാസ്റ്റ് 28 ഡേയ്സ് നിങ്ങൾ എത്ര വിസിറ്റർ തന്നു. നിങ്ങൾ അതിൽ 53 വിസിറ്റർ തന്നു. അല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾ 25 വിസിറ്റർ തന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 25 വിസിറ്റർ തന്നു. അതില് 15 വിസിറ്ററും ബ്രാൻഡ് ടേമിൽ നിന്നാണ്. നിങ്ങൾ വഴി തന്നത് എത്ര വിസിറ്ററാ? 10 വിസിറ്റർ ആണ്. അത് ക്ലിയർ ആണോ? ഞാൻ നിങ്ങൾക്ക് ഓരോ മാസം SEO ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 റുപ്പീസ് തരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓരോ മാസം SEO ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 റുപ്പീസ് ഞാൻ തരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ 10,000 റുപ്പീസ് വെർത്താണോ അല്ലയോ. എത്ര വിസിറ്റർ നിങ്ങൾ കൊണ്ടുവന്നു, നിങ്ങളുടെ റെസ്പോൺസ്. ഞാൻ എന്താ നിങ്ങൾക്ക് SEO ചെയ്യാൻ തന്നെ? ഐ നീഡ് വിസിറ്റർ ഫ്രം ഗൂഗിൾ. ആരെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിൽ ടോപ്പിൽ വരണം. നിങ്ങൾ പറയണം ടോപ്പിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. വെൻ ഐ ലുക്ക് ഇൻ ടു എ സെർച്ച് കൺസോൾ ഐ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഏതൊക്കെ കീവേഡ് വിസിറ്റർ വന്നു, എത്ര ക്ലിക്ക് കിട്ടി, എവറിത്തിങ് ഇവിടെ വിസിബിൾ ആണ്. ചോദിക്ക് പ്ലീസ്. ഇപ്പോ ഞാന് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് 2 വട്ടം ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പൊ അത് 2 ക്ലിക്ക് കാണിക്കോ? അത് ഒരു IP എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ക്ലിക്ക് കാണിക്കും. ഒരു IP തന്നെ അല്ലേ?
ചിലപ്പോൾ 2 ദിവസത്തെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ മാറി കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ഇതിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ പറ്റും എത്ര വിസിറ്റർ തന്നു, എനിക്കത് വെറുത്താണോ അല്ലയോ, എവറിത്തിങ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ആ ചോദിക്കും പ്ലീസ്. ഇതിൽ നിന്ന് നമുക്ക് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോ അതായത് നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ ഇന്ന് ചെയ്യാണ് പ്രൊജക്ട്, ഇന്നത്തെ നമ്മുടെ കീവേഡിന്റെ പൊസിഷൻ. ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ കീവേഡിന്റെ പൊസിഷൻ ആണ്. ക്ലിയർ ആയോ? എനിക്ക് വേറെ കാര്യം അറിയാലോ. ഇപ്പൊ ഞാൻ ഓൾറെഡി സെർച്ച് കൺസോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ SEO കമ്പനിക്കാരനെ മാറ്റി ഞാൻ നിങ്ങൾക്ക് തന്നു. പുതിയ ആൾക്കാർക്ക് തന്നെ എനിക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് തന്നതിന് ശേഷം തൊട്ട് എനിക്ക് എത്ര ക്ലിക്ക് കിട്ടി, അതിന് മുന്നേ എത്ര ക്ലിക്ക് കിട്ടി, അതെനിക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചോദിച്ചൂടാ, ഒന്നും പേടിക്കണ്ട. എല്ലാം ചോദിച്ചും ചിന്തിച്ചും ചെയ്തിട്ടാണ് നിങ്ങൾ എക്സ്പെർട്ടിലേക്ക് എത്തണത്. നമുക്ക് ഡേറ്റ എടുക്കാൻ പറ്റുമോ? ഡേറ്റ ഒക്കെ എടുക്കാം, ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാം, ഇതിന് കീവേഡുകൾ എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായി ഇതിന്ന് കീവേഡ് ഐഡിയാസുകൾ കിട്ടും. ഇന്ന കീവേഡ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ഇംപ്രഷൻ ഉണ്ടല്ലോ. ക്ലിയർ ആയി? ഇതിൽ പൊസിഷൻ കിട്ടും നമുക്ക്. ഒന്ന് റൈറ്റ് സൈഡ് മോളിൽ പോട്ടെ, റൈറ്റ് സൈഡ് മോളിൽ പോട്ടെ, ഏറ്റവും ടോപ്പിൽ പോട്ടെ. അവിടെ ആവറേജ് പൊസിഷൻ ഉണ്ടോ, അപ്പൊ ക്ലിക്ക് ചെയ്യാ. നീ റൈറ്റ് സൈഡ് പയ്യെ താത്ത, പയ്യെ താത്ത. മതി കണ്ട. അപ്പൊ കണ്ട, ചില ടൈമിന് 4.4, ചിലത് 1.6. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചി 1.3. അതായത് ഇപ്പൊ ചിലവരുടെ സൈറ്റിൽ റാങ്ക് ചില സൈറ്റ് എടുക്കുമ്പോൾ ഗൂഗിളിൽ 5 ആയിരിക്കും, ചിലവരുടെ 6 ആയിരിക്കും. അപ്പൊ അങ്ങനെ ആവറേജ് കാണിക്കുന്നു. ക്ലിയർ? അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ടൂള് തരുന്നത്. നിങ്ങൾക്ക് ടൂള് ലൈവ് സാധനം തരുമ്പോൾ നിങ്ങളുടെ തോട്ടും കറക്റ്റാണ്, നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് അല്ലാണ്ട് ഞാൻ വെറുതെ അവർന്നല്ല പറയുന്നത്. നിങ്ങൾ തന്നെ ടൂൾ തന്നു, ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്ത് കാണിച്ചു തന്നു. കണക്ട് ചെയ്ത് ഇതുപോലെ ഇൻഫോർമേഷൻ കിട്ടണേ. എന്താണ് സെർച്ച് കൺസോൾ, അതിന്റെ യൂസ് മനസ്സിലായോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ്. ബ്രാൻഡ് ടേമും നോൺ ബ്രാൻഡ് ടേമും. ബ്രാൻഡ് ടേമിൽ നിന്നുള്ള വിസിറ്റർ ഒന്നും SEO-കാരന്റെ ക്രെഡിറ്റ് അല്ല. ഇപ്പൊ ചില SEO-കാർ പറയും, നിങ്ങൾ സെർച്ച് കൺസോൾ നോക്കിക്കോ, ഞാൻ കഴിഞ്ഞ മാസം 50 വിസിറ്റർ തന്നിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യണം, കൊറീസ് ചെക്ക് ചെയ്തപ്പോ 45 ബ്രാൻഡിൽ നിന്നാണ്. അപ്പൊ ആളുടെ അടുത്ത് പറയണം, 45 കീവേഡ്സ് നമ്മുടെ ബ്രാൻഡുമായിട്ടുള്ളത്, നിങ്ങൾക്ക് അതിന് ക്രെഡിറ്റ് ഇല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ നിന്ന് ആകെ 5 ക്ലിക്ക് കിട്ടിയിട്ടുള്ളൂ. വി സ്പെൻഡ് 10,000 rupees. For each click we paid 2,000 rupees. It is not worth for us. അങ്ങനെ പറയാനുള്ള കഴിവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ലോ? ഒന്നും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ SEO എക്സ്പെർട്ട് ആണ്. ഞാൻ എന്റെ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് SEO ചെയ്യാൻ തന്നു. അപ്പൊ SEOന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് എവറി മന്ത് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ SEOക്കാർക്ക് കൊടുക്കും. അതാണ് അതിന്റെ ഡീല്. ചിലപ്പോൾ എവറി മന്ത് ഒരു 10,000 rupees ആയിരിക്കും കൊടുക്കണേ. അപ്പൊ എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് 10,000 rupees തരാണ്. ഞാൻ സെർച്ച് കൺസോൾ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ പറയാണ് 50 വിസിറ്റർ ഞാൻ തന്നിട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 45 ബ്രാൻഡാണ്. ശരിക്കും 5 ക്ലിക്കാണ്, 5 വിസിറ്റർ ആണ്, 5 കീവേഡ് തന്നു കിട്ടി. അപ്പൊ ഒരു 10,000 rupees ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 5 ക്ലിക്കാണ് അവന്റെ SEO വഴി തന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ക്ലിക്ക് ഞാൻ എത്ര മുടക്കണേ? 2,000 rupees. ഷഹബയ്ക്ക് മനസ്സിലായി? അപ്പൊ 2,000 rupees ഒരു ക്ലിക്കാണ്. നമുക്ക് വേറെ പല മെത്തേഡിലും വേറെ 20 രൂപ ഒരു ക്ലിക്ക് കിട്ടും, ഗ്യാരണ്ടീഡ്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും, കമ്മിങ് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ബ്രാൻഡിന്റെ
ക്ലിക്ക് ഏ അത് എസ്ഇഒക്കാർക്ക് കിട്ടൂലല്ലേ? അത് കിട്ടില്ല. അതല്ലേ ഞാൻ ഇത്രനേരം പറഞ്ഞുകൊണ്ടിരുന്നേ. മനസ്സിലായി. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവർക്ക് കിട്ടണ എങ്ങനെയാ? ബ്രാൻഡ് ടൈം സെർച്ച് ചെയ്താൽ നമ്മുടെ സൈറ്റ് വരും ഓൾവേസ്, എസ്ഇഒ ചെയ്താലും ചെയ്തില്ലെങ്കിലും. ക്ലിയർ ആയോ? അതാണ്, അത് മനസ്സിലാക്കാനാണ് എത്ര നേരം പറഞ്ഞത്. ബ്രാൻഡ് ടേം, നോൺ ബ്രാൻഡ് ടേം, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിപ്പോ ഒരു കമ്പനി ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചോദിക്കണം സെർച്ച് കൺസോൾ. അപ്പൊ അറിയാൻ പറ്റും SEOയിൽ നിന്ന് എത്ര വിസിറ്റർ കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാം. ഐഡിയ കിട്ടണ്ടോ? അതുപോലെ നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കീവേഡ് ഏതെന്ന് അറിയാൻ പറ്റും. ആരാണ് എന്തൊക്കെ കീവേഡുകൾ സെർച്ച് ചെയ്യണേ, അതിൽ നിന്ന് നമുക്ക് കീവേഡ് ഐഡിയ ഉണ്ടാക്കി നമ്മുടെ കീവേഡ് ലിസ്റ്റിലേക്ക് അതിനെ കൊണ്ടുവരണം. ഇപ്പൊ കണ്ട ചില കീവേഡുകൾ നമുക്ക് ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തി കണ്ട ചില കീവേഡുകൾ നമ്മൾ അടുത്ത പേജ് ഇപ്പൊ റോസ് പെർ പേജ് 10 അല്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് ആ 10ന്റെ അവിടെ കണ്ടില്ല അല്ലെ? അത് അടിയിൽ കണ്ടോ റോസ് പെർ പേജ് 10? ഹലോ, ശ്രുതി കട്ടയോ? അവിടെ ഏറ്റവും അടിയിൽ റോസ് പെർ പേജ് 10 കണ്ടോ? ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യും. സമയം എടുക്കണേ, വന്നിട്ടില്ല. കാണാമോ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, പോട്ടെ. ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എല്ലാവർക്കും. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ? അതിന് പറയുന്ന മറ്റൊരു പേരാണ് വെബ് മാസ്റ്റർ ടൂൾ. ഗൂഗിൾ സെർച്ച് കൺസോൾ, വെബ് മാസ്റ്റർ ടൂൾ. അത് മനസ്സിലായല്ലോ? ആ ടൂളിന്റെ യൂസ്, ആ ടൂൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു, അത് എങ്ങനെ അനലൈസ് ചെയ്യണു, അതിന്റെ യൂസേജ്, അതിൽ നമുക്ക് കീവേഡ് ഐഡിയാസുകൾ എടുക്കാം. ഇതൊക്കെ ക്ലിയർ ആയോ എന്നാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ എന്താണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, എന്താണ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ? ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓൺ പേജ് നമ്മളിപ്പം പഠിച്ചു. സൈറ്റിൽ നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കീവേഡ്, URL, ഇതൊക്കെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മുടെ കീവേഡ് നമ്മുടെ വെബ്സൈറ്റിൽ ഇമ്പോർട്ടൻസ് കാണിക്കാണ്. ഇമ്പോർട്ടൻസ് കാണിക്കുമ്പോൾ ഗൂഗിൾ നമ്മുടെ സൈറ്റ് റാങ്ക് ചെയ്യും. ക്ലിയർ ആണോ? അതേപോലെ സൈറ്റ് SEO ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എടുക്കണം. അതുപോലെ തന്നെ അടുത്ത ഫസ്റ്റ് ടാസ്ക് ചെയ്യേണ്ട ടാസ്ക് ആണ് നമ്മുടെ വെബ്സൈറ്റും സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്യണം. ഓൾറെഡി SEO ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റ് അവർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ യൂസറായിട്ട് ആഡ് ചെയ്തതുപോലെ നിങ്ങൾ യൂസറായിട്ട് ആഡ് ചെയ്യണം. ക്ലിയർ ആയി? അവരോട് പറയണം. ഇനി ഈ ടൂള് 2 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന്, SEO ചെയ്യണം, ഡെഫിനറ്റ്ലി SEO ചെയ്യുന്ന ആൾക്ക് വേണം അല്ലെ? അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, കറക്റ്റ് ആണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ടൂള് കാണിച്ചു തരും. രണ്ടാമത്തെ ആർക്കാന്ന് പറയാൻ പറ്റുമോ? ക്ലയന്റിന്, അതായത് ഓണർക്ക്, ക്ലയന്റിന്. വെരി ഗുഡ്. അല്ലെങ്കിൽ മാനേജ്മെന്റിന്. ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ ക്ലയന്റിന്, എനിക്കിത് ടൂള് കിട്ടി അറിയാൻ പറ്റും എത്ര ക്ലിക്ക് കിട്ടി, വിസിറ്ററെ കിട്ടി. ബേസിക്കലി ഈ ടൂൾ എന്ന് പറയുന്നത് ഫോർ മാനേജ്മെന്റിനും വെബ് മാസ്റ്റർക്ക് അല്ലെങ്കിൽ SEO ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ എക്സ്പെർട്ടിനുള്ളതാണ്.
ക്ലിയർ ആയോ? എന്താണ് ഓൺ പേജ്? Yes, sir. ഞാൻ നിങ്ങൾക്ക് ഓരോ ടേമുകൾ പറയുമ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴും അത് വീണ്ടും വീണ്ടും കേൾക്കണം, അതിനെക്കുറിച്ച് ഒന്നുകൂടി പഠിക്കുക. അല്ലാണ്ട് നിങ്ങൾ ഇത് ക്ലാസ് മാത്രം കണ്ട് ബാക്കി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ 2-3 മണിക്കൂർ നമ്മൾ ചിന്തിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ തരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ, ഒരുപാട്. അത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എക്സ്പെർട്ടിന്റെ ലെവലിലേക്ക് വരുന്നത്. ഇപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെർച്ച് കൺസോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളാണ് പ്രാക്ടീസ് ചെയ്ത് ഇൻഫോർമേഷൻസ് എടുത്ത് അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. അതൊക്കെ നിങ്ങൾ 4 മാസം എക്സ്പെർട്ട് ആവും. നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ടൈം പറയില്ല. നിങ്ങൾ ശരിക്കും അത്യാവശ്യം പഠിച്ച് ഞാൻ ജോലി തരാം. അത്രയ്ക്ക് തന്നെ കമ്പനിക്കാർ കോണ്ടാക്ട് ചെയ്യാണ്. എൻ്റെ അടുത്ത് കാൻഡിഡേറ്റ് ഇല്ല. ഉള്ളവർക്കൊന്നും ജോലി വേണ്ട, സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി. ഇല്ലാത്തവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്റെ സ്റ്റുഡന്റിന്റെ കമ്പനിയിൽ 3 വേക്കൻസി ഉണ്ട്. ഞാൻ ആരെ റെഫറാണ് പുള്ളി എടുത്തിരിക്കുന്നത്. ബാംഗ്ലൂർ വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളത് എഫർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ ജോബ് എന്ന് പറയുന്നത്. ഞാൻ സീരിയസ്ലി പറഞ്ഞു, നിങ്ങളെ പ്രൊഫഷണലി പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്നും ജോലി ചെയ്യാം, ഏത് വർക്ക് എടുത്ത് ചെയ്യാം. വെരി ബ്യൂട്ടിഫുൾ ജോബ്. അത് നമ്മളൊരു നല്ലൊരു കാര്യം പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ അതിന് പഠിച്ച് എഫേർട്ട് ഇട്ട് അങ്ങനെയാണ് അതിലേക്ക് എത്തണത്. അതാണ് കരിയർ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് നിങ്ങൾ പഠിക്കണം. മനസ്സിലായി? ചിലവരുണ്ട് എന്തെങ്കിലും പഠിച്ചപ്പോൾ തന്നെ കിട്ടുന്നില്ല, അടുത്തേക്ക് പോകണം. അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പഠിക്കുമ്പോൾ അവർ നിങ്ങൾ കരിയർ എങ്ങനെ കൊണ്ടുപോകാം. വെരി ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മൾ തുടക്കം സ്ട്രഗിൾ തന്നെ ചെയ്യണം. സ്ട്രഗിൾ ചെയ്ത് വർക്കുകൾ ചെയ്ത് ചിലപ്പോൾ ചില വർക്ക് ചെയ്യുമ്പോൾ തെറ്റും, ചിലപ്പോൾ എറർ വരും. ക്ലൈൻറ്റ് അവിടെ നിങ്ങൾ പഠിക്കണം പല കാര്യങ്ങളും. പഠിച്ച് അടുത്ത ലെവലിലേക്ക് പോവാ. ക്ലിയർ ആയോ? എനിക്കിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു വർക്ക് കിട്ടിയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. 15 വർഷം മുന്നുള്ള കോണ്ടാക്റ്റാണ്. ആ പുള്ളി ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്നെയാണ് മനസ്സിലേക്ക് വരണേ. അപ്പൊ ഞാൻ ബാംഗ്ലൂർ എന്നെ വിളിച്ചു. ബാംഗ്ലൂർക്ക് ഞാൻ പോയി. പുള്ളി വർക്കും തന്നു, പേയ്മെന്റും തന്നു. ക്ലിയർ? അതേപോലെ നേരത്തെ വേറൊരു വർക്ക് കിട്ടിയായിരുന്നു. ഒരു വർക്ക് കിട്ടിയ എല്ലാ മന്തും നമുക്ക് പേയ്മെന്റ് കിട്ടും. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് എഫർട്ട് ഇട്ട് ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ റെക്കോർഡ് ക്ലാസ് കിട്ടണു, ലൈവ് കിട്ടണു. നിങ്ങൾക്ക് വേറെ മൊബൈൽ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നെറ്റിൽ അവൈലബിൾ ആണ്. പിറ്റേ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം, നിങ്ങളുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം, ഡൗട്ടുകൾ ചോദിക്കാം, ക്ലാരിറ്റി വരുന്നു, ലൈവ് തന്നെ. നിങ്ങൾ കുറെ കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ടുകളായിട്ട് വരും. നിങ്ങൾ ഇപ്പൊ എന്നോട് നല്ലൊരു ചോദ്യം ശ്രുതി ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെടുക, ഈ കീവേഡുകൾ ഉപയോഗിക്കാമോ? ഇങ്ങനെയാണ് കീവേഡുകൾ കണ്ടെത്താൻ. നിങ്ങൾക്ക് ജെനുവിൻ കീവേഡാണ്. ഈ കീവേഡ് നമ്മൾ എടുത്തിട്ട് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പഠനം ഇങ്ങനെയൊക്കെ കീവേഡൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഓൾറെഡി സെർച്ച് ചെയ്യുന്നുണ്ട്, അതിന് ഇംപ്രഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ക്ലിക്ക് ഉണ്ടാവില്ല, ഇപ്പൊ റാങ്ക് താഴെ ആയിരിക്കും. ഐഡിയ കിട്ടിയോ? വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ ഓൺ പേജ്, ഓഫ് പേജ്. നാളെ ഞാൻ കുറച്ച് ഓഫ് പേജിനെ കുറിച്ച് പഠിപ്പിക്കും. ഓക്കെ, അതേപോലെ എങ്ങനെയാണ് ഒരു സൈറ്റിന്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, എങ്ങനെയാണ് കീവേഡ് ഇടുന്നത്, എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത്, എന്താണ്. ഒന്നും കൂടി ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. ആ സെർച്ച് കൺസോൾ എടുത്തേ. എടുത്തു. സ്ക്രീനിന്റെ ലെഫ്റ്റില് പയ്യെ താഴേക്ക് താത്തി. സ്ക്രീനിന്റെ ലെഫ്റ്റില് ഒന്നും കൂടി താത്തി പയ്യെ. അവിടെ കണ്ട സെക്യൂരിറ്റി ആൻഡ് മാനുവൽ ആക്ഷൻസ്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തോളൂ. സെക്യൂരിറ്റി ആൻഡ് മാനുവൽ ആക്ഷൻസ്. ക്ലിക്ക് ചെയ്യും. നമ്മുടെ സൈഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, വൈറസ് ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. മാനുവൽ ആക്ഷൻസ് ക്ലിക്ക് ചെയ്തോളൂ. എന്താണ്? അതുപോലെ അവിടെ
അപ്പൊ നമുക്ക് അവിടെ കാണിക്കുക എന്തെങ്കിലും മാനുവലി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറസ് ഉണ്ടെങ്കിൽ മാറ്റാൻ പറയും. ചിലപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൈറ്റ് റാങ്ക് ചെയ്യില്ല. അതുപോലെ തന്നെ പറയും SEO എന്തെങ്കിലും ഇഷ്യൂ ഇതൊക്കെ കാണിക്കും അതില്. ഷഹ്മ മനസ്സിലായോ? മനസ്സിലായി സർ. ഈ ടൂള് നിങ്ങൾക്ക് ഓൾറെഡി ആക്സസ് കിട്ടിയില്ലല്ലേ? കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ചെക്ക് ചെയ്യുക. ശരിക്കും ചെക്ക് ചെയ്ത് അതിലോ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ഡെപ്തിൽ പഠിക്കാൻ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ ശ്രുതി, നാളെ കാണാം കേട്ടോ. താങ്ക് യു.